بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما، فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله، فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن، ولا تلمزوا أنفسكم ولا تنابزوا بالألقاب، بئس الاسم الفسوق بعد الإيمان، ومن لم يتب فأولئك هم الظالمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1808 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്ത് ഹുജുറാത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലായി പഠനവിധേയമാക്കിയ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദീകരണമാണ് ഇന്ന് നിർവഹിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഞാൻ വീണ്ടും കേൾപ്പിച്ചിട്ടുള്ളത്. ഈ 3 ആയത്തുകൾ നമ്മൾ പിന്നിട്ട 2 ദിവസങ്ങളിലായിട്ട് അവയുടെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിലെ 9-ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധേയമായ ചില കർമ്മശാസ്ത്ര പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണ കാലത്ത് ഒരിക്കലും രൂപപ്പെട്ടു വന്നിട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം വഫാത്തിന് ശേഷം
അത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന നിലക്ക് ദൈവികമായി അത്തരം സന്ദർഭങ്ങളിൽ പിന്തുടരപ്പെടേണ്ട രീതി എന്താണ് എന്നത് പഠിപ്പിക്കപ്പെടുകയാണ് ഈ ആയത്തുകളിലായിട്ട്. അത് 9-ാമത്തെ ആയത്ത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കാണുകയുണ്ടായി. സത്യവിശ്വാസികളിൽപ്പെട്ട രണ്ട് സംഘങ്ങൾ, രണ്ട് ത്വാഇഫത്തുകൾ പരസ്പരം തർക്കത്തിലും സംഘർഷത്തിലും ഒക്കെ ഏർപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ബാക്കിയുള്ളവര് സത്യവിശ്വാസികളുടെ സമൂഹത്തിലെ ഈ രണ്ട് സംഘത്തിലും പെടാത്ത ആളുകൾ എന്ത് ചെയ്യണം എന്നതാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഫാസ്ലിഹു ബൈനഹുമ, ഈ രണ്ട് സംഘങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം എന്നാണ്. എവിടെയൊക്കെയാണോ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് പരിഹരിച്ചുകൊണ്ട് അവരെ നല്ല ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നതാണ് നിർദ്ദേശം. ഈ രണ്ട് സംഘങ്ങളിൽ ഒരു സംഘം അക്രമത്തിന്റെ രീതി സ്വീകരിക്കുന്നു എങ്കിൽ ഫൈം ബഗത്ത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ഒരു സംഘം മറ്റേ സംഘത്തിന് നേരെ അക്രമം കാണിക്കുന്ന വിധത്തിൽ നീങ്ങുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവര് നീതിയോ ന്യായമോ സത്യസന്ധതയോ കാണിക്കാത്ത വിധത്തില് അതിക്രമപരമായിട്ട് മറ്റു സംഘത്തിന്റെ നേരെ തിരിയുകയാണെങ്കിൽ അവിടെ നിർദ്ദേശിക്കപ്പെട്ടുള്ള ഫഖാത്തിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ, ആക്രമം കാണിക്കുന്നവർക്ക് എതിരിൽ നിങ്ങൾ പോരാടണം, അവർക്ക് എതിരിൽ നിങ്ങൾ അവരെ നേരിടുന്ന വിധത്തിലുള്ള നടപടികളിലേക്ക് നിങ്ങൾ നീങ്ങണം. ഹത്താ തഫീഅ ഇലാ അംരില്ലാ, അവര് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിലേക്ക്, അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുന്നത് വരെ. അങ്ങനെ ഫൈൻ ഫാഅത്ത് ഫാസ്ലിഹു ബൈനഹും, അവര് ദൈവിക കൽപ്പന അനുസരിക്കുന്നതിലേക്ക് മടങ്ങുകയാണെങ്കിൽ പിന്നെ ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഫാസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ, അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നീതിപൂർവകമായ രഞ്ജിപ്പാണ്. രണ്ട് വിഭാഗത്തിനും ഇടയിൽ എങ്ങനെയെങ്കിലും ഒരു താളപ്പിഴ നിലനിൽക്കുന്ന വിധത്തിലുള്ള ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കാനല്ല പറയുന്നത്, നീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രഞ്ജിപ്പ് അവർക്കിടയിൽ ഉണ്ടാക്കണം എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. നീതിയാണ് മാനദണ്ഡമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. സ്വാധീനമുള്ളവര്, കരുത്ത് കാണിക്കുന്നവര്, അക്രമ സ്വഭാവം കൈവെടിയാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നല്ല. പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. മറിച്ച് അവർക്കിടയിൽ നീതിപൂർവകമായ രഞ്ജിപ്പ് ഉണ്ടാക്കണം. വഅഖ്സിതു, എന്നിട്ട് വീണ്ടും അള്ളാഹു ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ നീതി നടപ്പിലാക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരെ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്നവരെ തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് തുടർന്ന് പറയുകയുണ്ടായത്. അപ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശാലമായ സാമൂഹ്യ ബന്ധം സാഹോദര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഈ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, നിശ്ചയമായിട്ടും വിശ്വാസികൾ സാഹോദര്യ ബന്ധത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഫാസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ശ്രദ്ധയുള്ളവരായി, കരുതലുള്ളവരായി നിലകൊള്ളുകയും ചെയ്യുക. നിങ്ങൾ ദൈവികമായി
ദൈവിക കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കാനിടയായേക്കും എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 11-ാമത്തെ ആയത്തില് ഇത്തരം അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു അത്തരം സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. അവിടെ 3 സംഗതികളാണ് അള്ളാഹു ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കാൻ മുതിരരുത്. ഒന്നാമത് അങ്ങനെ പരിഹസിക്കുന്നത് എന്ന അർത്ഥശൂന്യാണ്. ചിലപ്പോ പരിഹസിക്കുന്നവരെക്കാൾ മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള നല്ല അവസ്ഥയിലായിരിക്കാം പരിഹസിക്കപ്പെടുന്നവർ. അതുകൊണ്ട് പരിഹസിക്കപ്പെടുന്നവര് മോശക്കാരായതുകൊണ്ടല്ല, പരിഹസിക്കുന്നവര് സ്വഭാവദൂഷ്യമുള്ളവരായതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഹാസം ഉണ്ടാവുന്നത് എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മിക്ക ഘട്ടങ്ങളിലും പരിഹസിക്കുക എന്നത് ഒരു ബുദ്ധിശൂന്യമായ നടപടിയാണ്. മാത്രവുമല്ല അതില് ഒരു അഹങ്കാരവും ധിക്കാരവും ഒക്കെ അടങ്ങിയിട്ടുമുണ്ട്. പരിഹസിക്കുന്നവരുടെ മനസ്സിൽ അതീവ രഹസ്യമായിട്ട് കുടികൊള്ളുന്നത് ഈ ഒരു അഹങ്കാരവും മറ്റവനേക്കാൾ മെച്ചപ്പെട്ടവൻ ഞാനാണ് എന്നൊരു തോന്നലും ഒക്കെയാണല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും കുത്തിപ്പറയുകയും ഇകഴ്ത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് സംസാരിക്കരുത്. നിങ്ങളെ തന്നെ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഒരൊറ്റ ബ്ലോക്കായിട്ട് ഒരു സോളിഡ് എൻറ്റിറ്റി ആയിട്ടാണ് അള്ളാഹു ഇവിടെ കാണുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പരിഹസിക്കുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു കാര്യം അള്ളാഹു ഇത്തരം സംഘർഷങ്ങൾക്ക് കാരണമാകാനിടയുള്ള വേറെ ഒരു കാര്യം വിലക്കിക്കൊണ്ട് പറയുന്നത് വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ദുഷ്പേരുകൾ വിളിക്കരുത് എന്നാണ്. പരസ്പരം ആളുകൾ ഇഷ്ടപ്പെടാത്ത ചീത്ത ഇംപ്ലിക്കേഷൻസ് ഉള്ള പേരുകൾ വിളിക്കരുത്. നല്ല പേരുകൾ, ആളുകൾ ഇഷ്ടപ്പെടുന്ന പേരുകൾ, അതുപോലെ ഒരാളെ ആദരിക്കുന്ന വിധത്തിലുള്ള പേരുകളാണ് വിളിക്കേണ്ടത്. ഒരാളെ അനാദരിക്കുന്ന വിധത്തിലുള്ള, ഒരാളുടെ എന്തെങ്കിലും നെഗറ്റീവ് ആസ്പെക്ട്സ് ഉയർത്തി കാണിക്കുന്ന വിധത്തിലുള്ള ദുഷ്പേരുകൾ ആരെയും വിളിക്കരുത്. അത് നിങ്ങൾക്ക് ചേരുന്നതല്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിളിക്കാൻ മുതിരുന്ന ആളുകൾ ഉണ്ടല്ലോ, അള്ളാഹു തുറന്നു പറയുന്ന കാര്യം അതാണ്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, സത്യവിശ്വാസം എന്ന് പറയുന്നത് വളരെ മഹത്തരമായൊരു ദൈവിക സൗഭാഗ്യമാണ്. അത് കൈവന്നതിന് ശേഷം പിന്നെ ഫുസൂഖിന്റെ ലക്ഷണമായ ഈ ദുഷ്പേര് വിളിക്കുക എന്നുള്ള സംഗതി അതൊരിക്കലും തന്നെ നിങ്ങൾക്ക് ചേരുന്ന ഒരു കാര്യമാവുകയില്ല. നിങ്ങളുടെ നാവിലൂടെ, നിങ്ങളുടെ അധരങ്ങളിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നത് അങ്ങേയറ്റം അപമാനകരമായതാണ് എന്നതാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്. ദുഷ്പേര് വിളിക്കുക എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് പോലും ഒരു നിലക്കും യോജിക്കുന്നതോ ചേരുന്നതോ അല്ല. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഏറ്റവും സംസ്കാര സമ്പന്നത കാണിക്കുന്ന, സംസ്കാര സമ്പന്നത പ്രകടമാവുന്ന ഭാഷയാണ് വിശ്വാസികൾ പിന്തുടരേണ്ടത്. പലപ്പോഴും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ പല മോശമായ പദപ്രയോഗങ്ങളും കൂടെ കൂടിയിട്ടുണ്ടാവും. ഒരു വിശ്വാസി തഖ്വയുടെ അടിസ്ഥാനത്തിൽ വളരെ കരുതലോടെ അത്തരം മോശമായ പദപ്രയോഗങ്ങൾ തന്റെ ശീലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന ആളുകൾ ഒരുപാട് എബ്യൂസീവ് എക്സ്പ്രഷൻസ് അവരുടെ സംസാരത്തില് അവര് നിരന്തരം കാണുന്നത് കൊണ്ട് കടന്നുകൂടിയിട്ടുണ്ടാവും. അത്തരം എബ്യൂസീവ് എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ, തെറി വിളിക്കുന്ന പ്രയോഗങ്ങൾ, അത് യഥാർത്ഥത്തിൽ അതിന്റെ പദതലത്തിലുള്ള വേർബൽ ലെവലിലുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ വിളിക്കാനോ പറയാനോ ഒരാൾക്കും പ്രേരണ ഉണ്ടാവില്ല.
കാരണം അത്രയും മോശമായ പല പദങ്ങളുമാണ് അത്തരം മൂവീസിന്ന് പലരും ഏറ്റുവാങ്ങുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ തന്നെ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ രംഗത്ത് ചിലപ്പോഴൊക്കെ കേൾക്കാൻ പറ്റുന്ന ചില പ്രയോഗങ്ങൾ, അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഈ യുവതലമുറ പിന്തുടരുന്ന ഒരു ഭാഷാ ശൈലിയും രീതിയും ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഒരു ഘട്ടത്തിലും അവൻ്റെതായി മാറാൻ പാടില്ല. ഖുർആൻ ഇവിടെ നൽകുന്ന സൂചന ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഇസ്മുൽ ഫുസൂഖ് ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം എത്ര അപമാനകരമായതാണ് എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അത് എല്ലാ മേഖലയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്പെസിഫിക് ആയിട്ട് മോശമായ പദപ്രയോഗങ്ങളെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ വിലക്കിക്കൊണ്ടുള്ള സൂചനകൾ ഖുർആനിൽ വേറെ തന്നെ കാണാനും സാധിക്കും. ഞാൻ ഈ 9-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫുഖഹാക്കള്, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് എത്തിച്ചേർന്ന ചില ധാരണകളുടെ ഒരു സംക്ഷിപ്തം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് മുസ്ലിങ്ങൾക്കിടയിലുള്ള സംഘട്ടനം അല്ലെങ്കിൽ സംഘർഷാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരീഅത്തിന്റെ നിയമങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ അടിസ്ഥാനമായ വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു വാചകമാണ്. വേറെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള സംഘർഷ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഇതാണ് ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഇതിന് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഉള്ള പരിഹാരം കാണുന്നതിന് അല്ലെങ്കിൽ അതിന്റെ വിധി എന്തായിരിക്കണം എന്നതൊക്കെ തീരുമാനിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് കണ്ടിട്ടുള്ള ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും ഇതിന്റെ വിശദാംശങ്ങളൊന്നും പറയത്തക്ക കാണാൻ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്നാണ് മുഫസ്സിറുകൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ഏറ്റുമുട്ടല് ഉണ്ടാവുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീട് ഖുലഫാഉർ റാഷിദയുടെ കാലത്ത് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ ദൗർഭാഗ്യകരമായ മരണത്തെ തുടർന്ന് പിന്നെ ഖിലാഫത്ത് ചുമതലയേൽക്കുകയുണ്ടായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പല തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘർഷം ഉണ്ടായി വന്നു. അതൊരു പരിമിതമായ അർത്ഥത്തിലാണെങ്കിലും ഒരു യുദ്ധത്തിൽ തന്നെ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ജമൽ യുദ്ധം എന്നാണ് അതറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഭരണാധികാരം കൈയാളുന്ന അലി റളിയല്ലാഹു അൻഹുവും മറുഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പോലെയുള്ള ആളുകളൊക്കെ അണിനിരക്കുന്ന ഒരു സംഘടന. യഥാർത്ഥത്തിൽ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടായതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നൊരു സാഹചര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് കാരണമായ അദ്ദേഹത്തിന്റെ ഘാതകർക്കെതിരിൽ വേണ്ടത്ര ധൃതിയിലുള്ള നടപടി ഉണ്ടായില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉടലെടുക്കുകയുണ്ടായത്. ഈ ഒരു സംഭവത്തെ ആ സംഭവത്തില് സംഘർഷാവസ്ഥയും തുടർന്നുണ്ടായ സംഭവങ്ങളെയൊക്കെ തുടർന്ന് അത് കെട്ടടങ്ങുന്ന വേളയിൽ പിന്നെ അതിനെ എങ്ങനെ അലി റളിയല്ലാഹു അൻഹു നേരിട്ടു കൈകാര്യം ചെയ്തു, മറുപക്ഷത്തുണ്ടായിരുന്നവരോട് എന്ത് നിലപാട് സ്വീകരിച്ചു തുടങ്ങിയ സംഗതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞന്മാര് ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പിന്തുടരേണ്ട രീതി എന്താണ് എന്നത് അവര് വിശകലനം ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്
അവര് ചില നിയമനിർദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് പാടുള്ളത്, എന്തൊക്കെയാണ് പാടില്ലാത്തത് തുടങ്ങിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളിലേക്ക് അവരെത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു സംഗ്രഹം നിങ്ങളുമായി പങ്കുവെക്കുക എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ വളരെ ആഴത്തില് ചരിത്ര പശ്ചാത്തലവും സംഭവങ്ങളും ഒക്കെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് മാത്രമേ നമുക്ക് അത് സംബന്ധമായ ഒരു നിലപാടിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതിന് ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വളരെ പരിമിതമായ വിധത്തിലുള്ള ഒരു സംഗ്രഹം മാത്രം അത് സംബന്ധമായിട്ട് നൽകുകയാണ്. പല രൂപത്തിലും ഇസ്ലാമിക സമൂഹത്തില് സത്യവിശ്വാസികൾക്കിടയിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള സംഘടനവും സംഘർഷമൊക്കെ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും അവയില് സ്വീകരിക്കപ്പെടുന്ന വിധി തീർപ്പുകളും വ്യത്യസ്തമായിരിക്കും. അത് ഓരോന്നിന്റെയും ഓരോ സംഭവത്തിന്റെയും സ്വഭാവം അനുസരിച്ചാണ് വിലയിരുത്തപ്പെടുക. ഇത് ഈ അടിസ്ഥാനപരമായി ഒരു 3-4 സ്വഭാവത്തിലുള്ള സംഘടനകൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, 2 സംഘങ്ങളും ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഒരു ഭരണകൂടത്തിന് കീഴിലുള്ള പ്രജകളാണ് അല്ലെങ്കിൽ പൗരന്മാരാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഘത്തിനും ഇടയിലുള്ള സംഘർഷം ഇല്ലാതാക്കുക എന്ന ചുമതല ഗവൺമെന്റിൻ്റെതാണ്, ഭരണകൂടമാണ്, ഇസ്ലാമിക ഭരണകൂടമാണ് ഈ 2 ത്വാഇഫത്തിനും ഇടയിലുള്ള രഞ്ജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടത്. അത് ഗവൺമെന്റിന്റെ ചുമതലയായിട്ടാണ് ഫുഖഹാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, 2 പ്രബല കക്ഷികൾക്കിടയിൽ അല്ലെങ്കിൽ 2 മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണെന്ന് വെക്കുക. അവരുടെ 2 പേരുടെയും ലക്ഷ്യം ഭൗതിക നേട്ടമാണ്. എന്തെങ്കിലും വേൾഡ്ലി ആയിട്ടുള്ള അഭിവൃദ്ധിയോ സാമ്പത്തിക നേട്ടമോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത്തരം താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് അവർ നടത്തുന്നതെങ്കിൽ ഈ 2 വിഭാഗത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ. ആ സംഘടനത്തിന് പ്രോത്സാഹിപ്പിക്കാതെ ഒരു പക്ഷത്തിനോടും ചേരാതെ സാധിക്കുമെങ്കിൽ ആ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നല്ലാതെ 2-ൽ-1 വിഭാഗത്തെയും പിന്തുണക്കാൻ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കള് അനുകൂലമായിട്ട് വിധി പറയുന്നില്ല. 2 കൂട്ടരിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത്. കാരണം അവരുടെ താല്പര്യം അള്ളാഹുവിന്റെ ദീനോ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കലോ ഒന്നുമല്ല. കരുത്തും സ്വാധീനവും മുൻനിർത്തിക്കൊണ്ട് ചില ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന താല്പര്യത്തിലാണ് 2 കൂട്ടരുമെങ്കിൽ അവരെ 2 കൂട്ടരെയും തുല്യമായ അകലത്തിൽ നിർത്തുകയാണ്, 2 കൂട്ടരിൽ നിന്നും അകന്നു മാറുകയാണ് അതിൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു നടപടി. സാധിക്കുകയാണെങ്കിൽ ആ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാക്കുക എന്നല്ലാതെ ആരെയും ഫേവർ ചെയ്യുന്നൊരു പരിപാടി ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അനുവദിക്കുന്നില്ല. മറ്റൊരു സംഗതി, ഈ 2 സംഘർഷത്തിലുള്ള 2 കൂട്ടരിൽ ഒരു കൂട്ടര് സത്യസന്ധതയുള്ളവരും നീതിക്കും നന്മക്കും വേണ്ടി നിലകൊള്ളുന്നവരും അതുപോലെ സുഹൃതത്തിന്റെ ആളുകളുമാണ്. മറുകക്ഷികൾ അങ്ങനെയല്ല, അവർ അക്രമികളാണ് എങ്കിൽ അക്രമികൾക്കെതിരിൽ നീതിയുടെ പക്ഷത്തെ പിന്തുണക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ഒരു കൂട്ടര് അക്രമത്തിന്റെ വഴിയിലാണ്, മറ്റൊരു കൂട്ടര് നീതിയുടെയും സത്യത്തിന്റെയും നന്മയുടെയും ഒക്കെ മാർഗത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ വ്യക്തമായിട്ടും ഏത് പക്ഷത്താണ് ഇസ്ലാമിക സമൂഹം നിലകൊള്ളേണ്ടത് എന്നത് വളരെ വ്യക്തമാണ്. അവര് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ അവരെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. വേറെ ഒന്ന്, ഒരു വിഭാഗം ഭരണകൂടത്തിനെതിരെ കലാപത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവര് പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ലാത്ത
അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമൊന്നുമല്ല. മറിച്ച് അക്രമപരമായ ഒരു പ്രക്ഷോഭത്തിന് അവർക്ക് പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല, ജസ്റ്റിഫിക്കേഷൻ ഒന്നും പറയത്തക്കൊന്നുമില്ല. പക്ഷെ ചില സംഗതികളൊക്കെ പറഞ്ഞ് അത് കുത്തിപ്പൊക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലെ സാമൂഹ്യ ജീവിതം, പൊതുജീവിതം പ്രയാസകരമാക്കി മാറ്റുകയാണ് അവര് അങ്ങനെ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്ന ആളുകളെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബാഗി എന്നാണ് പറയുക. ബഗ എന്ന വാക്കിന് വരുന്ന അക്രമപരമായിട്ടുള്ള പ്രക്ഷോഭത്തിനിറങ്ങുന്ന കലാപകാരികൾ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ. അത്തരം സന്ദർഭങ്ങളിൽ ഈ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്ന ആളുകൾക്കെതിരിൽ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു സംഗതി, കലാപത്തിനിറങ്ങിയ കക്ഷികള് പല വ്യത്യസ്ത സ്വഭാവവും അല്ലെങ്കിൽ വ്യത്യസ്ത നിലപാടും ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ. ഒരു കൂട്ടർ ഒരു പക്ഷെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. ശരഈയായ ന്യായമൊന്നും ആ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതിന് ഉണ്ടാവില്ല. ഗവൺമെന്റിന്റെ നിലപാടില് അപാകതയൊന്നും ഉണ്ടാവില്ല. ഗവൺമെന്റ് ചെയ്തത് ശരിയാണ്, പക്ഷെ ഈ പ്രക്ഷോഭത്തിനിറങ്ങിയ ആളുകൾക്ക് ചില താല്പര്യങ്ങള് ഹനിക്കപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് അവർ അക്രമത്തിനായിട്ട് തുനിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും ഇല്ല, ഗവൺമെന്റിനെ, ആ ഭരണകൂടത്തിന്, ഇസ്ലാമിക ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ നിലകൊള്ളേണ്ടത്. മറ്റൊന്ന്, ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു കൂട്ടർ മുദ്രയാണ്. അവര് അക്രമികളാണ്, അധർമ്മികളാണ്, നീതിനിഷ്ഠമായ ഒരു ഗവൺമെന്റിനെതിരിലാണ് അവര് നിലകൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്, ഭരണകൂടത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് വിശ്വാസികൾ നിലകൊള്ളേണ്ടത്. ഇനി അത് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് നീതിപൂർവകമായ വഴികളിലൂടെ ആയാലും അല്ലെങ്കിലും ഈ പ്രക്ഷോഭകാരികൾ അധർമ്മകാരികളാണ്, അക്രമകാരികളാണ് എന്ന കാരണത്താൽ തന്നെ അവിടെ ക്രമസമാധാനം പാലിച്ചുകൊണ്ട് ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടം അത്ര നീതിപൂർവകമായിട്ടുള്ള വഴികളിലൂടെ ഒന്നും വന്നതല്ല അധികാരത്തിലെങ്കിൽ പോലും ഈ അക്രമികൾ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരെ പിന്തുണക്കുകയല്ല, മറിച്ച് ആ നിലവിൽ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തെയാണ് പിന്തുണക്കേണ്ടത് എന്നതാണ് ഫുഖഹാക്കള് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതുപോലെ ശരഈയായ ന്യായമായ കാരണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഭരണകൂടത്തിനെതിരിൽ ആരെങ്കിലും രംഗത്ത് വരികയാണെങ്കിൽ അവര് പറയുന്ന കാര്യം, ഗവൺമെന്റിനെതിരിൽ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ആ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആളുകൾ അവര് ആദർശബോധമുള്ളവരോ നീതിമാന്മാരോ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരോ ഒന്നുമല്ല. അവരുടെ ഭാഗം, അവരുടെ പക്ഷം, ആദർശം, അവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശവും അവരുടെ നിലപാടും ഒക്കെ പരിശോധിക്കുമ്പോൾ അവര് തന്നെ അക്രമകാരികളാണ് എന്നതാണ് അവസ്ഥയെങ്കിൽ ന്യായമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിനെതിരിൽ, ഭരണകൂടത്തിനെതിരിൽ അവർ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതെങ്കിൽ പോലും ഈ പ്രക്ഷോഭകാരികളെ പിന്തുണക്കുകയല്ല വേണ്ടത്, ഭരണകൂടത്തെ പിന്തുണക്കുകയാണ് വേണ്ടത് എന്നതാണ്. ഭരണകൂടത്തിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഫുഖഹാ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ഇസ്ലാമിക ചരിത്രത്തില് ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ, ഖവാരിജികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അവരുടെ സംസാരവും ന്യായവും യുക്തിയും ഒക്കെ കേട്ടാൽ അത് ശരിയാണല്ലോ എന്ന് തോന്നുമെങ്കിലും അവര് അക്രമകാരികളായിട്ടാണ് നിലകൊള്ളുന്നത്. അവർക്ക് പ്രത്യേകിച്ച് സതുദ്ദേശമോ ശരിയായ ലക്ഷ്യമോ ഒന്നുമില്ല. അവര് മിസ്ഗൈഡഡ് ആണ്. അവർക്ക് ശരിയായ ആദർശബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ കൂട്ടരുമല്ല എങ്കിൽ അവിടെ ഈ
പ്രക്ഷോഭം ഉണ്ടാക്കുന്ന അത്തരം ആളുകളെ സഹായിക്കുകയല്ല വേണ്ടത്. സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്തുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തെ പിന്തുണയ്ക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഫുഖഹാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ നീതിനിഷ്ഠമായ ഭരണം നടത്തുന്ന ഒരു അനുവദനീയ രൂപത്തിൽ സ്ഥാപിതമായ ഒരു ഭരണകൂടം ആണ് അവർക്കെതിരെ ഇറങ്ങിയവരെ നേരിടാൻ ആരെങ്കിലും പ്രക്ഷോഭമായിട്ട് നീതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു ഭരണകൂടത്തിനെ മറിച്ചിടാൻ വേണ്ടി പ്രക്ഷോഭകാരികളായിട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പ്രക്ഷോഭകാരികളെ ഒരു നിലക്കും സഹായിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആ ഭരണകൂടത്തിനെ പിന്തുണക്കുകയും സഹായിക്കുകയൊക്കെയാണ് വേണ്ടത്. അവരെ അമർച്ച ചെയ്യുന്ന കാര്യം ഭരണകൂടമാണ് നിർവഹിക്കേണ്ടത്. ആ ഭരണകൂടത്തിനെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. ഈ ഭരണം പിടിച്ചെടുത്ത് അക്രമപരമായിട്ട് ഒരു കൂട്ടർ ഭരണം പിടിച്ചെടുക്കുകയാണ് ഒരു നാട്ടിൽ എങ്കിൽ അങ്ങനെ അത്തരം ഒരു ഭരണകൂടത്തിനെതിരില് രംഗത്ത് വന്ന നീതിമാന്മാരായ ആളുകൾ നടത്തുന്ന ഒരു സമരം, ഒരു പ്രക്ഷോഭം, അവരെ ആ ഭരണകൂടമാണ് അക്രമപരമായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവർക്കെതിരിൽ രംഗത്ത് വരുന്നത് നീതിമാന്മാരായ ആളുകളാണ് എങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തില് ചില അഭിപ്രായ ഭിന്നതയൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അതില് പ്രായോഗികമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് ചില ഫുഖഹാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രക്ഷോഭം അക്രമകാരികളായ ഭരണകൂടത്തിനെതിരിലാണെങ്കിൽ പോലും, നീതിമാന്മാരായ ആളുകൾ നടത്തുന്ന പ്രക്ഷോഭമാണെങ്കിൽ പോലും, ആ ഭരണ സംവിധാനത്തിനെതിരിൽ ഒരു പ്രക്ഷോഭമായിട്ട് വരുന്നതിനെ പിന്തുണക്കാൻ പാടില്ല എന്ന അഭിപ്രായം പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് ഖുർആന്റെ നമ്മൾ വായിച്ച ഈ 9-ാമത്തെ ആയത്തിലെ, സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്തിലെ നിർദ്ദേശങ്ങളോട് തൃപ്തികരമായ വിധത്തിൽ യോജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ അതില് ഒരുപക്ഷെ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ക്രമസമാധാനപരമായ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രക്ഷോഭം നയിക്കുന്നത് എപ്പോഴും വലിയ വിധത്തിലുള്ള ഹിംസക്ക് കാരണമാകും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം പണ്ഡിതന്മാർ അങ്ങനെയുള്ള ഫുഖഹാക്കൾ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. പക്ഷെ അതില് നീതിയും സത്യവും ആ ഒരു നിലപാടിനോടൊപ്പം അല്ല ഉള്ളത് എന്നതിനാൽ പല പ്രമുഖരും ആ നിലപാടിനോട് യോജിക്കുന്ന, അതിലൊരു ഫുഖഹാക്കൾക്കിടയിൽ ഒരു ഇജ്മാ ഉണ്ട്, ഒരു യോജിപ്പുണ്ട് എന്ന അഭിപ്രായം അവർ പുലർത്തുന്നില്ല. ചിലരൊക്കെ അത് ആ അക്രമപരമായി നിലവിൽ വന്ന ഭരണകൂടത്തിനെതിരിൽ നീതിമാന്മാര് നയിക്കുന്ന പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇമാം അബു ഹനീഫയെ പോലെയുള്ള ആളുകൾ അത് നിർബന്ധമാണ് എന്ന് വരെ പറയുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നയിച്ച കർബലയിലെ ആ പ്രക്ഷോഭം, അത് ചരിത്രത്തില് ആ വിധത്തില് വിലയിരുത്തപ്പെടുന്ന ഒരു സംഭവമാണ്. അതില് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കാൻ സാധിക്കാതെ പോയതിന്റെ പേരിൽ വിഷമം രേഖപ്പെടുത്തിയ പല പ്രമുഖരായ ആളുകളും ആ കാലഘട്ടത്തിലെ സഹാബത്തും അതുപോലെ സഹാബത്തിന് ഉടനെ വന്ന താബികളിലും ഒക്കെ പെട്ട ആളുകൾ അങ്ങനെ നിലപാട് സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിയും. മറ്റൊന്ന്, കലാപം ഉണ്ടാക്കുന്നത് ചെറിയൊരു ന്യൂനപക്ഷമാണ് എങ്കിൽ അവര്
കലാപം കൊണ്ട്, പ്രക്ഷോഭം കൊണ്ട് അതൊരു വിജയത്തിലേക്ക് എത്തിക്കുകയും കാര്യങ്ങൾ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിൽ വിജയിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നതാണ് ഫലമെങ്കിൽ അവർ നയിച്ച പ്രക്ഷോഭങ്ങൾക്ക്, അതില് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾക്കൊക്കെ അവര് ഉത്തരവാദികളായിരിക്കും. അവര് അത്തരം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, കൊല, സ്വത്ത് നാശം പോലെയുള്ളതിനൊക്കെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാവുന്ന വിചാരണയ്ക്ക് വിധേയമാവേണ്ടി വരും എന്ന വിധത്തില് ഫുഖഹാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രക്ഷോഭത്തിന് മുതിരുന്ന ആള് അതിന്റെ വിജയ സാധ്യത, അയാളുടെ കോഴ്സൊക്കെ ശരിയായിരിക്കാം, അയാൾ എന്തിനു വേണ്ടി പ്രക്ഷോഭം ചെയ്യുന്നു എന്നതൊക്കെ ശരിയായ ന്യായമായ സംഗതിയായിരിക്കാം. എന്നാൽ തന്നെയും പ്രായോഗികതയില്ലാത്ത ഒരു പ്രക്ഷോഭത്തിന് മുതിരുന്നത് കാരണമായിട്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾക്ക് അയാൾ ഉത്തരവാദിയായിരിക്കും എന്ന വിധത്തില് ഫുഖഹാക്കള് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിത ലോകത്ത് ഫുഖഹാക്കൾക്കിടയിൽ വളരെ വ്യാപകമായ വിധത്തിലുള്ള വ്യാപ്തിയുള്ള പല ചർച്ചകളും നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പല വിധി തീർപ്പുകൾ നൽകപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് ഇതിൽ ഓരോ സംഗതിയും നമ്മൾ അതിന്റെ സൂക്ഷ്മമായ തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ധാരണയിലേക്ക് എത്തേണ്ട വിഷയമായതിനാൽ അതിന്റെ ബാക്കി വിശദാംശങ്ങൾ പണ്ഡിതന്മാര് എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങളിൽ എല്ലാം തന്നെ ഞാനിവിടെ പങ്കുവെക്കുന്നില്ല, അത് ചർച്ചയിൽ കൊണ്ടുവരുന്നില്ല. കാരണം അത് പങ്കുവെച്ചത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാതെ ആ കാര്യങ്ങളിൽ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ചിലപ്പോ നമ്മൾ പല തെറ്റിദ്ധാരണകളിലും അബദ്ധമായ ഒരു കൺക്ലൂഷനിലൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഈ 9-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലിയ ആഴത്തിലുള്ള വ്യാപ്തിയിലുള്ള പഠനങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അത് അത്തരം സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ആ സാഹചര്യം നേരിടണം എന്നതിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ചർച്ചയും പണ്ഡിതന്മാർ അതിൽ എടുത്ത നിലപാടുകളൊക്കെ നമുക്ക് പ്രയോജനകരമായ പല അറിവും പല കാര്യങ്ങളിലും ഇൻസൈറ്റ്സ് ഒക്കെ നൽകുന്ന വിധത്തിലുള്ളതാണ് എന്ന് സാമാന്യമായി മനസ്സിലാക്കി വെക്കാം. അലി റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ സ്വീകരിച്ച നിലപാട് എതിർപക്ഷത്തുണ്ടായിരുന്ന ആളുകളോട് സ്വീകരിച്ച ഉദാരമായ സമീപനം, അവർക്കെതിരിൽ സ്വീകരിച്ച നടപടികൾ, അതൊക്കെ തന്നെ പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിന് പ്രയോജനകരമായ ചില അടിസ്ഥാനങ്ങളായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സുഹബത്തുണ്ടായിരുന്ന വ്യക്തി എന്ന നിലക്കും ഇസ്ലാമിക സമൂഹത്തിലെ 4-ാമത്തെ ഖലീഫ എന്ന നിലക്കും ഒക്കെ അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാട് അത് ശ്രദ്ധേയമായ മാതൃകാപരമായ പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന നിലക്കാണ് ഇസ്ലാമിക പണ്ഡിത ലോകം അതിനെ നോക്കിക്കാണുന്നത്. അപ്പോ അത് പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തില് വളരെ വിഷമകരമായ പല സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ
അതുപോലെ ഇനിയും രൂപപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഈ ആയത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യ തലമുറ സ്വീകരിച്ച നിലപാടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്കും നടപടിയിലേക്കും ഒക്കെ എത്തിച്ചേരുകയാണ് ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായി വരിക എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിക സമൂഹത്തെ സാഹോദര്യ ബന്ധത്തിന്റെ ഊഷ്മളതയിൽ രൂപപ്പെടുത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സംഘർഷവും പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്ന അനുരഞ്ജനത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്ന വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശം വളരെയേറെ പ്രാധാന്യമുള്ളതും വിശ്വാസികളുടെ സമൂഹത്തിന് എല്ലാ കാലത്തും മാർഗദർശനമാവേണ്ടതുമായ ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.